ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഒരു കിടിലം പ്രോഡക്റ്റുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പ്രോഡക്റ്റ് വേറൊന്നുമല്ല, Xpen പെന്നിൻ്റെ ഗ്രാഫിക് പെൻ ടാബിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് തന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫിക് പെൻ ടാബിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്രാഫിക് പെൻ ടാബ് എന്താണെന്നുള്ളത് കൂടുതൽ ആളുകൾക്ക് അറിയില്ല. മാക്സിമം നമ്മൾ കണ്ടിട്ടുള്ളത് ആപ്പിളിൻ്റെ ടാബ്ലറ്റ്, അതേപോലെ മറ്റ് ബ്രാൻഡുകളുടെയും ടാബ്ലറ്റൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് സ്ക്രീനുള്ളതായിരിക്കും, എന്നാൽ ഇതിൽ സ്ക്രീൻ ഉണ്ടാവില്ല. ഇത് യൂസ് ചെയ്യുന്നത് വിൻഡോസ് അതേപോലെ മാക് OSകളിലായിരിക്കും യൂസ് ആവുക. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ മാക്സിമം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കമ്പനികളിലായിരിക്കും, അതായത് വലിയ IT കമ്പനികളിലായിരിക്കും ഇത് മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ പ്രൊഫഷണൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നതും ഈ ഒരു ഇതുപോലുള്ള പ്രോഡക്റ്റുകളായിരിക്കും. Xpen ഡെക്കോ സീരീസിൽ വരുന്ന ഡെക്കോ 3 എന്ന് പറയുന്ന മോഡലാണിത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 90,000 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് മാക് OSലായിരിക്കും വർക്ക് ചെയ്യാൻ സാധിക്കുക. ഇതിൽ ബ്ലൂടൂത്ത് USB കേബിളിലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ പെൻ സെൻസിറ്റിവിറ്റി നമുക്ക് 8000 ലെവൽ വരെ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് ഒരു റിയൽ പെൻസിൽ എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ ഒരു ഫീല് നമുക്കിത് വരച്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അൾട്രാ തിൻ ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. നമ്മളൊരു ബുക്ക് കൊണ്ട് നടക്കുന്ന പോലെ നമുക്കിത് കയ്യിൽ വെച്ച് കൊണ്ട് നടക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിങ്ങും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും സെറ്റിങ്സും എങ്ങനെയൊക്കെയാണെന്നുള്ളതെല്ലാം നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കേബിൾസ് ലാപ്ടോപ്പിലും പെൻ ടാബിലും കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ Xpen എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ xpen.co.in എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഒരുപാട് മേലെ ഓപ്ഷൻസുകൾ കാണും. ഒരുപാട് പ്രോഡക്റ്റിനെ കുറിച്ചും അതേപോലെ ആക്സസറീസ് എല്ലാം കാണും. അതിൽ സപ്പോർട്ട് എന്നൊരു ഓപ്ഷനിലേക്ക് പോവുക. അതിൽ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ പ്രോഡക്റ്റ് കാറ്റഗറി ചോദിക്കും. അപ്പോൾ അതിൽ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ ഡെക്കോ സീരീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെക്കോ സീരീസിലെ എല്ലാ മോഡൽസും നമുക്കിതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡെക്കോ 3 എന്ന് പറയുന്ന മോഡലായിരിക്കും. അപ്പോൾ ഡെക്കോ 3ൽ വരുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ലിസ്റ്റ് ഇതിൽ കാണിക്കും. മാക് OSൽ വരുന്നതും വിൻഡോസ് OSൽ വരുന്നതും നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കാണിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ OS ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ പോയിട്ട് പെൻ ടാബ്ലറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയതായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ വർക്ക് ഏരിയ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതേപോലെ പെൻ സെറ്റിങ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്ത് മാറ്റാം. മൗസിൻ്റെ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് മാറ്റാം. അതേപോലെ ഷോർട്ട് കട്ട് കീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീ നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതേപോലെ റോളർ ടച്ചിൽ നിങ്ങൾക്ക് സൂം അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ആ ഒരു സെറ്റിങ്സ് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സ് വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് ഫോട്ടോഷോപ്പോ ഇല്ലുസ്ട്രേറ്ററോ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.